ഇവിടെ സിംഗിൾ ബീഡ് വർക്കാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പൊ അതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് ബീഡ്സ് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ അയൺ നീഡിലാണിത്. അയൺ നീഡിൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ബീഡ്സ് വർക്ക്. പിന്നെ നമ്മുടെ മെഷീൻ ത്രെഡ് ആണ് ഇവിടെ ചെയ്യാൻ എടുത്തിരിക്കുന്നത്. നമുക്കിത് എങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യം ബീഡ്സിനെ ലോഡ് ചെയ്യണം. ഇതുപോലെ ബീഡ്സ് ലോഡ് ചെയ്യുക. ഇപ്പൊ ഒരുപാട് ബീഡ്സ് ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കാണിച്ച രീതിയിൽ നമുക്ക് ബീഡ് ലോഡ് ചെയ്യാം. നമുക്ക് ഒരുപാട് ബീഡ് ഇല്ല, അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ കയ്യിലെടുക്കുകയാണ്. ഇങ്ങനെയാണ് ബീഡ് ലോഡ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഇത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു സിംഗിൾ ത്രെഡ് എടുക്കുന്നു, ചെയിൻ എടുത്തു. അതിനുശേഷം നമ്മൾ ഒറ്റ ബീഡിനെയാണ് ലോഡ് ചെയ്യുന്നത്. നമുക്ക് ഒറ്റ ബീഡിനെ ലോഡ് ചെയ്യാം. ലോഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ ചെയിൻ എടുക്കാം. ഇതുപോലെ നമ്മൾ ചെയിൻ എടുക്കണം. അതിനായിട്ട് നമ്മൾ ഓരോന്നായിട്ട് നീഡിൽ ഇങ്ങനെ എടുക്കുക. അതിനുശേഷം നമ്മൾ ഒരു ബീഡിനെ കൂടെ ലോഡ് ചെയ്യാം. ഒറ്റ ബീഡാണ് നമ്മൾ ലോഡ് ചെയ്യേണ്ടത്. ഒരുപാട് ബീഡ് ലോഡ് ചെയ്യരുത്. നമുക്ക് ഒന്നിൽ കൂടുതൽ ബീഡ് ലോഡ് ചെയ്യാം, പക്ഷെ നമ്മൾ എപ്പോഴും സിംഗിൾ ലോക്കാണ് ഏറ്റവും നല്ലത്. അപ്പം സിംഗിൾ ആയിട്ട് ബീഡ് ലോഡ് ചെയ്യാം. അതിനുശേഷം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ചെയിൻ എടുക്കുക. ബീഡ് ലോഡ് ചെയ്യുക. അടുത്ത ബീഡ് ലോഡ് ചെയ്തു. നമ്മൾ ടൈറ്റ് ആയിട്ട് വേണം ബീഡ് എപ്പോഴും ലോഡ് ചെയ്യാൻ വേണ്ടി. ഓരോന്നായിട്ട് ഇതുപോലെ നമ്മൾ എപ്പോഴും ഈ ത്രെഡിനെ ഇങ്ങനെ പൊക്കി പിടിക്കണം, ഇതുപോലെ. എന്നിട്ട് ഇതിനകത്തോട്ട് ഒരു ബീഡായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തതിന് ശേഷം ചെയിൻ സ്റ്റിച്ച് ഇട്ട് നമ്മൾ ലോക്ക്, അതായത് ഒറ്റ നൂലായിട്ട് ഇതുപോലെ എടുക്കണം. അതുപോലെ വീണ്ടും ലോഡ് ചെയ്തു വലിച്ച് താഴെ നിന്ന് നമ്മൾ ത്രെഡിനെ ടൈറ്റ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇതുപോലെ നീഡിലിനെ നമ്മൾ മുകളിലോട്ട് എടുക്കണം. അങ്ങനെ ഇത് മൊത്തം ഫില്ല് ചെയ്യാം. ഇതുപോലെ നമ്മൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ എന്ത് വർക്കാണോ ചെയ്യുന്നത് അതിൻ്റെ എൻഡിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ലോക്കിട്ട് നിർത്തണം. ഇനി നമുക്കിതിനെ കെട്ടിട്ട് സ്റ്റോപ്പ് ചെയ്യും.